100 പേരോളം കൊല്ലപ്പെട്ടു. 100 പേരെ കൊന്ന ഒരുത്തനെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഗ്രൂപ്പ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ഡോക്ടർ പ്രതാപ് കുമാർ എന്നു പറയുന്ന ആൾ ഇതാ കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 550 കോടി രൂപ മൂല്യങ്ങളുള്ള സ്വർണവും രത്നങ്ങളും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നവർ അടിച്ചുകൊണ്ട് പോയതിൻ്റെ തെളിവാണ്. 197 ലക്ഷം കോടി കടമുള്ള ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് BJP പറയുന്നത് എന്താണ്? ഇവിടെ എയിംസ് കൊണ്ടുവരും, നാമമുട്ട കൊണ്ടുവരും. ഈ അങ്കിൾ ബൺ, വീണ്ടും ഞാൻ പറയുന്നു, ഈ അങ്കിൾ ബൺ എന്ത് കോൺട്രിബ്യൂഷനാണ് നമുക്ക് ചെയ്തത്? നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ രൂക്ഷമായിട്ടുള്ള സൈബർ അറ്റാക്കും മറ്റുള്ള രീതിയിലുമാണ്. ഇവർ പറയുന്നത് നമ്മൾ പറയുന്നതിനൊന്നും തെളിവില്ല, വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ വെറുതെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനല്ലല്ലോ. ശരി, 100 പേരോളം കൊല്ലപ്പെട്ടു. 100 പേരെ കൊന്ന ഒരുത്തനെ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഗ്രൂപ്പ് കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ഡോക്ടർ പ്രതാപ് കുമാർ എന്നു പറയുന്ന ആൾ മെഡിട്രീന ഹോസ്പിറ്റലിൻ്റെ, അയാൾക്കെതിരെ BJP ഗവൺമെൻറ് തന്നെ ഹരിയാനയിൽ FIR എടുത്തതിൻ്റെ തെളിവാണിത്. ഇത് എങ്ങനെ എൻ്റെ ആരോപണമാകും? ഇയാളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇത് ഇവിടുത്തെ ബാക്കി UDF-ഉം LDF-ഉം പറയേണ്ടതായിരുന്നു എന്ന് ഞാൻ മുമ്പും പറഞ്ഞു. പക്ഷെ അവരാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. 12ഓളം വരുന്ന കൗൺസിലേഴ്സ് യഥാർത്ഥ RSSകാരെ കഷ്ടപ്പെട്ട് വിജയിച്ച് ചരിത്രമുണ്ടാക്കിയ ഒരു സ്ഥലമാണ് കൊല്ലം. അവിടെ 13 സീറ്റാണ് CPM-നുള്ളത്, 12 സീറ്റാണ് BJP-ക്കുള്ളത്. ഇതേ ഫസ്റ്റ് കിടക്കുന്ന പേര് ഡോക്ടർ N. പ്രതാപ് കുമാർ. ഈ സാധനം ഞാൻ നിങ്ങളുടെ മുന്നിൽ തരാണ്, എൻ്റെ കോപ്പീസ് എല്ലാം നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ശബരിമലയുടെ പേരിൽ ഞാൻ പറഞ്ഞു 1 കോടി രൂപ പിണറായി വിജയൻ കുറ്റക്കാരനാണെങ്കിൽ, ശബരിമല സ്വർണം ഒട്ടിച്ചാണെങ്കിൽ അത് തെളിയിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി ഇതില്ല. നമ്മൾ പിണറായിയുടെ നിന്ന് പൈസ മേടിച്ച് പിണറായിക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യാം, PR വർക്ക് ചെയ്യുക. അങ്ങനത്തെ അത്രയും ഗതികേട് നമുക്കുണ്ടോ? എന്തുകൊണ്ടാണ് ശബരിമല കേസ് പൊക്കിക്കൊണ്ട് കിടക്കുന്നത് നിങ്ങൾക്കറിയോ? ഇതാ കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 550 കോടി രൂപ മൂല്യങ്ങളുള്ള സ്വർണവും രത്നങ്ങളും BJP സപ്പോർട്ട് ചെയ്യുന്നവർ അടിച്ചുകൊണ്ട് പോയതിൻ്റെ തെളിവാണ്. ഇതിൻ്റെ വലിയ കോപ്പി ഇത്രയുള്ള ഫയലുണ്ട്, നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. എല്ലാം കൂടെ ചുമന്നുകൊണ്ട് വരാൻ പറ്റില്ല. ഈ വിവരം സുപ്രീം കോടതിയുടെ മുൻപാകെ അമിക്കസ് ക്യൂറിയും വിനോദ് റോയും സമർപ്പിച്ചതാണ്. ഇതിനെതിരെ ഒരു അന്വേഷണം നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് BJPയുടെ തിരുവനന്തപുരത്തെ കൗൺസിലർമാരും അവിടുത്തെ കരമന ജയനും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഇടപെട്ടാണ് ഈ കളി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള തെളിവാണ്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ട്രസ്റ്റിൽ ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാധ്യമങ്ങളുടെ അടുത്ത് തെറി വിളിച്ച് നടക്കുന്ന ഇവിടുത്തെ ഷിറ്റ് രാജയുടെ ബന്ധം, ഈ വിവരം പുറത്തു വന്നാൽ ഇതുപോലുള്ളൊരു പോസ്റ്റിൽ നിന്നും, അതായത് കേന്ദ്ര മന്ത്രിസ്ഥാനം അദ്ദേഹം ധാർമ്മികമായി രാജിവെക്കേണ്ടതാണ്. സുരേഷ് ഗോപിയാണ് ഇതിൻ്റെ പ്രസിഡന്റ്. എന്താണിത്? ശ്രീ ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പേരിൽ നടത്തുന്ന ട്രസ്റ്റ്. എല്ലാ വർഷവും 5 കോടിയുടെ ഒരു പൂജ നടത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി വിവരങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇതെന്തുകൊണ്ട് ഈ സമയത്ത് അന്വേഷിക്കുന്നില്ല? 550 കോടിയുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിച്ച സാധനങ്ങൾ ഓസ്ട്രിയ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഗ്രഹ മാഫിയ കൊണ്ടുപോയ വിവരങ്ങളെന്നും ജനം അറിയണ്ടേ? അത് മാറ്റി വെച്ചിട്ടാണ് പിണറായി കുറ്റക്കാരനാവുന്നത്. പിണറായിയുടെ സ്വർണം മാത്രമേ ഉള്ളൂ. പിണറായി എവിടെ സ്വർണം എടുത്തെന്ന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല. 197 ലക്ഷം കോടി കടമുള്ള ഇന്ത്യയുടെ ഇത് വെച്ചിട്ട് BJP പറയുന്നത് എന്താണ്? ഇവിടെ എയിംസ് കൊണ്ടുവരും, നാമമുട്ട കൊണ്ടുവരും. ഇവന്മാർ വികസനം പറഞ്ഞ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്ത് വികസനമാണ് ചെയ്തിരിക്കുന്നത്? ഇവർ വികസനം മാറ്റം വരുത്തുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. എല്ലാം തൊള്ളതൊടാതെ വിഴുങ്ങുന്നവരാണ് മലയാളി എന്ന് കരുതിയോ? 18 വർഷം MP ആയിട്ട് നിന്ന ഇയാൾ എന്ത് വികസനം ചെയ്തു? ഇയാളുടെ കോർമംഗലം, ഞാൻ താമസിക്കുന്ന HSR-ലാണ്. ನೀವೆಲ್ಲ ಸ್ವಲ್ಪ ಅಲ್ಲಿ ಬರಬೇಕು, ಅಲ್ಲಿ ಬಂದು ನೋಡಿ ಅವನ ಯಥಾವತ್ ಕೆಲಸ ಮಾಡಿ ಎಲ್ಲ ನೋಡಿ. ഇവൻ ഇവിടെ വന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഈ രാജീവ് ചന്ദ്രശേഖരൻ ഈ അങ്കിൾ ബൺ വീണ്ടും ഞാൻ പറയുന്നു, ഈ അങ്കിൾ ബൺ എന്ത് കോൺട്രിബ്യൂഷനാണ് നമുക്ക് ചെയ്തത്?